നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 20കളിലെ ആ ഒരു പ്രായത്തിൽ നമുക്കുണ്ടായിരുന്ന ചുറുചുറുക്ക് എവിടെ പോയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നതുവരെ ഒരു യന്ത്രം പോലെ ഓടി നടന്നിരുന്ന ആ പഴയ കാലം. എന്നാൽ ഇപ്പോൾ 30 വയസ്സ് പിന്നിട്ടതോടെ ശരീരത്തിന് എപ്പോഴും ഒരു തളർച്ചയാണ്. രാത്രി എത്ര നന്നായി ഉറങ്ങിയാലും ശരി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടും ഉന്മേഷം തോന്നാതിരിക്കുക, വീട്ടുജോലികൾക്കിടയിൽ പെട്ടെന്ന് ശ്വാസം മുട്ടുകയോ അല്ലെങ്കിൽ കാലുകൾക്കൊരു ഭാരം അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? ഇത് വെറും പ്രായത്തിൻ്റേതാണെന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയരുത് സുഹൃത്തെ. നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് നൽകുന്ന ചില മുന്നറിയിപ്പുകളാണിവ. 30കളിൽ നിങ്ങൾ കാണിക്കുന്ന ഈ അശ്രദ്ധ നിങ്ങളുടെ 40കളെയും 50കളെയും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. എന്തുകൊണ്ടാണ് 30കൾക്ക് ശേഷം നിങ്ങളുടെ ഊർജ്ജം ഇങ്ങനെ ചോർന്നു പോകുന്നത്? ഇതിനൊരു ശാശ്വത പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. നമുക്ക് നോക്കാം. 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പരാതിയാണ് വിട്ടുമാറാത്ത ക്ഷീണമെന്നത്. പലരും ഇത് സ്വന്തം തെറ്റാണെന്ന് കരുതി സങ്കടപ്പെടാറുണ്ട്. എന്നാൽ ഓർക്കുക, ഇത് ശരിക്കും നിങ്ങളുടെ തെറ്റല്ല, ഇതൊരു ബയോളജിയാണ്. പക്ഷേ ഇതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ ഈ തളർച്ച മാറ്റി ശരീരത്തിന് കാരിരുമ്പിന്റെ കരുത്തു നൽകാൻ സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ സ്റ്റാമിനയും എനർജി ലെവലും ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന ഒരു സീക്രട്ട് ടിപ്പ് കൂടി ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുപോലും വിട്ടുപോകാതെ ഈ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങളിൽ എത്ര പേർക്ക് ഉച്ചസമയത്ത് അമിതമായ തളർച്ചയോ ഉറക്കമോ അനുഭവപ്പെടാറുണ്ട്? ഉണ്ടെങ്കിൽ യെസ് എന്ന് താഴെയൊന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഈ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പാഠമായിരിക്കും. നമ്മുടെ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വരുത്തുന്ന ഒരു വലിയ അബദ്ധത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെ എല്ലാവർക്കും ചായയും പലഹാരവും കൊടുക്കുന്ന തിരക്കിൽ സ്വന്തം പ്രഭാത ഭക്ഷണം പലപ്പോഴും നമ്മൾ സ്ത്രീകൾ ഒഴിവാക്കും. അല്ലെങ്കിൽ എല്ലാവരും കഴിച്ച് ബാക്കി വരുന്നതെന്താണോ അത് കഴിക്കും. ഇനി കഴിച്ചാൽ തന്നെ നമ്മുടെ മലയാളികളുടെ രീതി അനുസരിച്ച് കാർബോഹൈഡ്രേറ്റ് മാത്രമടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. 30 വയസ്സ് കഴിയുന്നതോടെ നമ്മുടെ ശരീരത്തിലെ പേശികളുടെ അളവ് സ്വാഭാവികമായും കുറഞ്ഞു തുടങ്ങും. ഇതിനെയാണ് വൈദ്യശാസ്ത്രം സാർക്കോപീനിയ എന്ന് വിളിക്കുന്നത്. പേശികൾക്ക് ബലം കുറയുമ്പോൾ ശരീരം പെട്ടെന്ന് തളരും. ഇതിന് പരിഹാരമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ പ്രോട്ടീൻ അഥവാ മാംസ്യം നിർബന്ധമായും ഉൾപ്പെടുത്തുക എന്നതാണ്. മുട്ടയുടെ വെള്ളയോ മുളപ്പിച്ച പയർവർഗ്ഗങ്ങളോ കടലയോ ഇതിനായി ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ ശരീരത്തിന് ദിവസം മുഴുവൻ നിലനിൽക്കുന്ന ഊർജം നൽകും. 30കളിൽ തുടങ്ങുന്ന ഈ പ്രോട്ടീൻ കുറവ് പരിഹരിച്ചില്ലെങ്കിൽ 40കളിലെത്തുമ്പോൾ കടുത്ത സന്ധിവേദനയ്ക്കും മസിൽ വേദനയ്ക്കും ഇത് കാരണമാകും. ഇതിനേക്കാൾ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ പലപ്പോഴും നിസ്സാരമായി തള്ളിക്കളയുന്നൊന്നാണ്. അത് നാം കുടിക്കുന്ന വെള്ളത്തിന്റെ അളവാണ്. ദാഹം തോന്നുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലമാണ് നമ്മളിൽ അധികം പേർക്കുമുള്ളത്. അടുക്കളയിലെ ചൂടിൽ ജോലി ചെയ്യുമ്പോഴും വീട്ടുജോലികൾക്കിടയിൽ ഓടി നടക്കുമ്പോഴും ശരീരം വല്ലാതെ വിയർക്കുന്നുണ്ടാകും. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമ്മൾ മറന്നുപോകും. നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൃത്യമായി നടക്കണമെങ്കിലും മെറ്റബോളിസം ശരിയായി നടക്കണമെങ്കിലും വെള്ളം അത്യാവശ്യമാണ്. ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ രക്തം നേരിയ രീതിയിൽ കട്ടികൂടുകയും അത് പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യും. ഈ അമിത അധ്വാനം നിങ്ങളെ പെട്ടെന്ന് തളർത്തും. പലർക്കുമുണ്ടാകുന്ന വിട്ടുമാറാത്ത തലവേദനയുടെ പ്രധാന കാരണം പോലും ഈ നിർജ്ജലീകരണമാണ്. അതുകൊണ്ട് ദാഹം തോന്നുന്നതിനു മുൻപേ വെള്ളം കുടിക്കുന്ന ശീലമുണ്ടാക്കിയെടുക്കുക. ദിവസവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി 30കൾക്ക് ശേഷം ശരീരത്തിൽ സംഭവിക്കുന്ന ഹോർമോൺ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ക്ഷീണത്തിനു പിന്നിലെ യഥാർത്ഥ വില്ലൻ ഇതാണ്. 30കളുടെ പകുതി കഴിയുന്നതോടെ സ്ത്രീകളിൽ ഹോർമോണുകളുടെ അളവിൽ വലിയ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. പ്രത്യേകിച്ച് വയറിനു ചുറ്റും കൊഴുപ്പടിയുന്നത് വളരെയധികം കൂടുന്നു. ഇത് നിങ്ങളുടെ മൂഡിനെ മാത്രമല്ല, നിങ്ങളുടെ എനർജി ലെവലിനെയും ബാധിക്കും. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ദേഷ്യം, വിഷമം, അമിതമായ ചൂടനുഭവപ്പെടുക എന്നിവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. പലരും വിചാരിക്കുന്നത് ഇതൊക്കെ 40കളിൽ വരുന്ന കാര്യങ്ങളാണെന്നാണ്. എന്നാൽ ഇതിന്റെ തുടക്കം 30കളിൽ നിശബ്ദമായി നടക്കുന്നുണ്ട്. ഈ അവസ്ഥയെ നേരിടാൻ ആരോഗ്യകരമായ കൊഴുപ്പുകളടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് നട്ട്സ്, ഒലീവ് ഓയിൽ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും.
അതോടൊപ്പം കൃത്യമായ വ്യായാമവും അത്യാവശ്യമാണ്. 30 കഴിഞ്ഞ സ്ത്രീകൾക്ക് വ്യായാമം എന്നത് വെറുമൊരു ഓപ്ഷനല്ല, അതൊരാവശ്യകതയാണ്. വെറുതെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് കരുതി വ്യായാമം ഒഴിവാക്കരുത്. പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിന്റെ വഴക്കം നിലനിർത്താനും അടിവയറ്റിലെ പേശികൾ ശക്തമാക്കാനും നിങ്ങൾ സമയം കണ്ടെത്തണം. ദിവസവും വെറും 30 മിനിറ്റ് മതി. എന്നാൽ സ്ഥിരത വളരെ പ്രധാനമാണ്. ഈ വ്യായാമങ്ങൾ നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പല അസുഖങ്ങളെയും തടയുകയും ചെയ്യും. തുടർന്ന് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ ശരീരത്തിനുള്ളിലെ വിറ്റാമിനുകളുടെ അളവ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ലായിരിക്കും. പക്ഷേ 30 കഴിഞ്ഞ ഇന്ത്യൻ സ്ത്രീകളിൽ ഭൂരിഭാഗം പേർക്കും വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12, അയൺ എന്നിവയുടെ കടുത്ത കുറവുണ്ട്. പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന കൈകാൽ വേദനയോ നടുവേദനയോ ഒക്കെ വെറും ക്ഷീണം കൊണ്ടാണെന്ന് കരുതി നമ്മൾ വേദന സംഹാരികൾ കഴിച്ചു മാറ്റിവെക്കും. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ എല്ലുകളുടെ സാന്ദ്രത കുറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ രക്തക്കുറവ് കൊണ്ടോ ആകാം. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ ഓക്സിജൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്താൻ പ്രയാസപ്പെടും. ഇതാണ് നിങ്ങളുടെ വിട്ടുമാറാത്ത കിതപ്പിനും തളർച്ചയ്ക്കും കാരണം. ഇതിനു പരിഹാരമായി വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ബ്ലഡ് ചെക്കപ്പ് നടത്തുന്നത് ശീലമാക്കുക. ദിവസവും അല്പനേരം വെയിൽ കൊള്ളുന്നതും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഇതിന് വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. അത് നമ്മുടെ വിശ്രമത്തിന്റെ ഗുണനിലവാരമാണ്. പകൽ മുഴുവൻ ജോലി കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരമായിരിക്കും പലരും സ്വന്തം ഫോൺ എടുക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ റീൽസുകളും വീഡിയോകളും കണ്ട് ഉറക്കം വൈകിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ വിപത്തായി മാറിയിട്ടുണ്ട്. രാത്രിയിലെ ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് പാടെ തെറ്റും. ഫോണിൽ നിന്നുള്ള നീല വെളിച്ചം നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോണുകളെ നശിപ്പിക്കും. ഇത് കാരണം നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയൊരു തളർച്ചയാണ് അനുഭവപ്പെടുക. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ സ്വയം അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് രാത്രിയിലെ ആഴത്തിലുള്ള ഉറക്കത്തിലാണ്. അത് തടസ്സപ്പെടുമ്പോൾ നിങ്ങളുടെ മുഖത്തെ തിളക്കം നഷ്ടപ്പെടുകയും നിങ്ങൾ പ്രായം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും. ഇതിനൊരു മാറ്റം വരുത്താൻ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ഫോൺ മാറ്റിവെക്കുക. കൃത്യസമയത്ത് ഉറങ്ങാൻ പോകുന്നത് നിങ്ങളുടെ ശരീരത്തിന് പുതിയ ഊർജം നൽകും. അവസാനമായി, പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്. എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമക്കുന്ന ഒരു സൂപ്പർ വുമണാകാൻ പലപ്പോഴും സ്ത്രീകൾ ശ്രമിക്കാറുണ്ട്. കുട്ടികളുടെ പഠനം, ഭർത്താവിന്റെ ആവശ്യങ്ങൾ, വീട് വൃത്തിയാക്കൽ, ഇതിനിടയിൽ സ്വന്തം മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് നേരമില്ല. എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് എസ് എന്ന് മാത്രം പറയുന്ന ഈ ശീലം നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് തകർക്കുകയാണ്. അമിതമായ മാനസിക സമ്മർദ്ദം ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ വർദ്ധിപ്പിക്കും. ഈ ഹോർമോൺ അമിതമായാൽ അത് വിട്ടുമാറാത്ത തളർച്ചയിലേക്കും പേശിവേദനയിലേക്കും നയിക്കും. മനസ്സ് ശാന്തമില്ലെങ്കിൽ ശരീരം എത്ര പോഷക ഗുണമുള്ള ആഹാരം കഴിച്ചാലും അത് ഊർജ്ജമായി മാറില്ല. അതുകൊണ്ട് ഇടയ്ക്ക് മറ്റുള്ളവരുടെ സഹായം തേടാൻ മടിക്കരുത്. ദിവസവും കുറച്ചു സമയം നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കുക. മനസ്സ് നിറഞ്ഞാൽ ശരീരം തനിയെ ഉണരും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെ നിന്നവർക്കായി മാത്രം ഒരു പ്രത്യേക ടിപ്പ് കൂടി പങ്കുവയ്ക്കാം. നിങ്ങളുടെ ഊർജ്ജം പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത പാനീയമുണ്ട്. ദിവസവും വൈകുന്നേരം ഒരു നെല്ലിക്കയും കുറച്ച് കറിവേപ്പിലയും അല്പം വെള്ളം ചേർത്ത് അടിച്ചെടുത്ത് ആ ജ്യൂസ് കുടിച്ചു നോക്കൂ. നെല്ലിക്കയിലെ വിറ്റാമിൻ സി അയൺ ആഗിരണം ചെയ്യാൻ സഹായിക്കും. കറിവേപ്പില നിങ്ങളുടെ രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇത് സ്ഥിരമായി ചെയ്താൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഊർജ്ജനിലയിൽ വലിയ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ആരോഗ്യമെന്നത് വെറും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ല, അത് നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടി കരുത്താണ്. 30കളിൽ നിങ്ങൾ നൽകുന്ന ഈ ശ്രദ്ധ 40കളിലും 50കളിലും നിങ്ങളെ കരുത്തോടെ നിലനിർത്തും. സ്വന്തം ശരീരത്തിന് പ്രാധാന്യം നൽകാൻ ശീലിക്കുക. ഒരു ലുക്കിനു വേണ്ടിയല്ല നമ്മൾ ഫിറ്റ്നസ് വെക്കേണ്ടത്, നമ്മുടെ ആരോഗ്യത്തിനും ശക്തിക്കും വേണ്ടിയാണ്. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള കൂടുതൽ നല്ല അറിവുകൾക്കായി ദ ഹിഡൻ മൈൻഡ് ഇന്ത്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.